ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നതുമായ വിവിധ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് 52ാം ദിവസവും 8ാമത്തെ ശനിയാഴ്ചയുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ചിത്രം 51ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5 ലക്ഷം രൂപയാണ്. അങ്ങനെ 51 ദിവസം കൊണ്ട് കേരളത്തിൽ 121 കോടി 21 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ ലോകമെമ്പാടുമായി 51 ദിവസം കൊണ്ട് 301 കോടി 32 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ നായകനായി രഞ്ജിത്ത് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് 2001 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് രാവണ പ്രഭു. ഒക്ടോബർ 10 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് മികച്ച വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമ 8ാം ദിവസവും 2ാമത്തെ വെള്ളിയാഴ്ചയും കൂടിയായി ഇന്നലെ കേരളത്തിൽ 5 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 8 ദിവസം കൊണ്ട് 3 കോടി 23 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 3 കോടി 97 ലക്ഷം രൂപയുമാണ്. കോമ്പാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ചിത്രം 16ാം ദിവസവും 3ാമത്തെ വെള്ളിയാഴ്ചയും കൂടിയായി ഇന്നലെ കേരളത്തിൽ 67 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 47 കോടി 45 ലക്ഷം രൂപയാണ് 16 ദിവസത്തെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 717 കോടി 50 ലക്ഷം രൂപയുടെ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. എന്നാൽ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഇന്നലെ വരെയുള്ള ആദ്യ 16 ദിവസം കൊണ്ട് ഈ സിനിമ 691 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഷെയ്ൻ നിഗം നായകനെ ഉണ്ണീശ് വിലങ്ങൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 26 തിയേറ്ററിലെത്തിയ സിനിമയാണ് ബൾട്ടി. ഈ സിനിമ 22ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 3,60,000 രൂപയാണ്. അങ്ങനെ 22 ദിവസം കൊണ്ട് 9 കോടി 2 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 12.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത അവിഹിതം എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്നലെ വെള്ളിയാഴ്ചയുടെ 8 ദിവസമാണ് പൂർത്തിയായത്. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 8 ദിവസം കൊണ്ട് 41,50,000 രൂപ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. അനുപമ പരമേശ്വരൻ, വിനയ് ഫോർട്ട്, ജിയോമോൻ ജ്യോതിർ, വിജയരാഘവൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് 2ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 61 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 16 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 1 കോടി 70 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. സൗബിൻ ഷാർ, നവ്യ നായർ എന്നിവർ പ്രധാന താരങ്ങളായി രത്തീന പി ടി സംവിധാനം ചെയ്ത പാതിരാത്രി എന്ന സിനിമ ഇന്നലെ ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. മിക്സഡ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ കേരളത്തിൽ ഇന്നലെ കളക്ട് ചെയ്തത് 30 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷനായി 48 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ധ്രുവ് വിക്രം നായകനായി മാരി സെൽവരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ദീപാവലി ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ബൈസൺ കാലമാടൻ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 9,25,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 3.5 കോടി സ്വന്തമാക്കിയ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 6 കോടി 50 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. ദീപാവലി ചിത്രമായി തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയ മറ്റൊരു തമിഴ് സിനിമയാണ് ഡ്യൂഡ്. കീർത്തി ഈശ്വരൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ റൊമാന്റിക് ആക്ഷൻ കോമഡി സിനിമയിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, ഹൃദു ഹാറൂൺ, ശരത് കുമാർ, രോഹിണി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ ഇന്നലെ കളക്ട് ചെയ്തത് 54 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 8 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 16 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തിയിട്ടുണ്ടെങ്കിലും നിലവിൽ കേരളത്തിൽ കളക്ഷന്റെ കാര്യത്തിൽ ഒന്നാമത് കാന്താര ചാപ്റ്റർ 1 തന്നെയാണ്. രണ്ടാമത് ഷറഫുദ്ദീൻ നായകനായ പെറ്റി ഡിറ്റക്റ്റീവും 3ാം സ്ഥാനത്ത് ഡ്യൂഡ് എന്ന തമിഴ് സിനിമയുമാണ്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.